ഹായ് ടിനി, ഹായ് പക്രു. നമസ്കാരം. ആരാണിപ്പോ അത് വന്നത്? ടിനി എന്നാ ഏറിന്നിറങ്ങിയത്? അലോൺ അപ്പൊ പുറത്തിറങ്ങി ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. എയർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ ആയിന്ന് കേട്ടു. അല്ല സാർ, കാര്യം സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ടിനി ടോം എയറിലുണ്ട്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എന്നെ ഇവർക്ക് വലിയ കാര്യമാണ്. ഒന്ന് തല്ലണമെങ്കിലും ഞാൻ തന്നെ വേണം. ഈ ട്രോൾസ് എന്ന് പറയുന്നത് നമ്മളത് നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയാണ് എടുക്കുന്നത്. ഞാനതൊക്കെ ആ സ്പിരിറ്റിൽ എടുക്കാറുള്ളൂ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിച്ച് ചെയ്ത് ട്രോളായിരുന്നു. ഒരുപാടുണ്ടല്ലോ. പിന്നെ ഈ അടുത്ത് ഭ്രമയുഗം ചെയ്തപ്പോ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അത് കുറച്ച് കൂടുതൽ കയറി. ഫ്ലൈയിങ് ഓർ ഫ്ലൈയിങ് ഓൾവേസ് അപ്പ് ഇൻ ദ എയർ. പക്ഷെ അതിന് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അത് കേട്ട് കഴിഞ്ഞപ്പോ പലരും ഇത് ഇയാളുടെ ശബ്ദം തന്നെയാണല്ലോ എന്ന് ഞങ്ങളും ചോദിച്ചു. എന്റെ ശബ്ദമല്ല, അത് വിജയകുമാർ വളുവനാട് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അതിൽ മമ്മൂക്കക്ക് ശബ്ദം കൊടുത്തത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? പുള്ളിയാണ് ആയിരുന്നെങ്കിൽ അവിടെ നിന്നും പോവായിരുന്നു. എനിക്കൊന്ന് മമ്മൂക്കയുടെ മുമ്പിൽ തന്നെയല്ലേ ഈ ഭ്രമയുഗം അവതരിപ്പിച്ചത്. പിന്നെ മമ്മൂക്കയുടെ ഒരു ജസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, അങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുമ്പോ അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പൊ ആൾക്കാർക്ക് ഒരു ഇഷ്ടപ്പെടാണ്ടിരുന്നാന്ന് വിചാരിച്ചത്. നീ ഒന്നും പണയണ്ട. പോയി അടുത്ത കേസുമായി വാ. ഓക്കെ.